ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ മുട്ടുമടക്കി ഓസ്ട്രേലിയ. ഇന്ത്യക്ക് 115 റൺസ് വിജയലക്ഷ്യം. ഓസീസ് രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസിന് പുറത്ത്. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ആവേശകരമായ മത്സരമായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസിലാണ് ഓസീസ് പുറത്തായിരിക്കുന്നത്. 113 റൺസിന് എല്ലാവരും പുറത്തായിരിക്കുന്നു. 115 റൺസാണ് ഇന്ത്യക്ക് വിജയിക്കാനായിട്ട് വേണ്ടത്. അതിന് ഇന്ത്യ ഇപ്പോൾ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു. 14 റൺസിന് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. KL രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. അതോടൊപ്പം തന്നെ ഈ സ്പിന്നർമാരാണ് ഓസീസ് നിരയെ തകർത്തത് തന്നെയാണ് പറയുന്നത്. രവീന്ദ്ര ജഡേജയാണ് പ്രധാനമായും 7 വിക്കറ്റ് ജഡേജ വീഴ്ത്തിക്കൊണ്ടായി. അശ്വിൻ 3 വിക്കറ്റും നേടി. 43 റൺസ് എടുത്ത ട്രാവിഡ് ഹെഡാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. ലബുഷൈൻ 35 റൺസ് എടുത്തു. ഓസീസ് നിരയിൽ മറ്റാർക്കും 2 അക്കം കണ്ടെത്താൻ സാധിച്ചില്ല. മൂന്നാം ദിനം ഇന്ന് ആരംഭിച്ചത് 161 റൺസ് എന്ന ഭേദപ്പെട്ട നിലയിലായിരുന്നു ഓസീസ് കളി ആരംഭിക്കുന്നത്. 6 റൺസ് എടുത്ത ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. 34 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഇന്ന് 6 വിക്കറ്റുകൾ ഓസീസിന് നഷ്ടമായി. ഈ ആക്രമിച്ച് കളിച്ചിരുന്ന ട്രാവിഡ് ഹെഡിനെ 46 പന്തിൽ 43 റൺസ് ട്രാവിഡ് ഹെഡ് എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ അശ്വിൻ ആദ്യ ഓവറിൽ തന്നെ മടക്കി. ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 263 റൺസിന് മറുപടിയായി ക്രീസിലിറങ്ങി ഇന്ത്യക്ക് 262 റൺസ് എടുക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. രണ്ടാം ദിനം കഴിഞ്ഞ ദിവസം ലഞ്ചിന് ശേഷം 139-7 എന്ന നിലയിലേക്ക് തകർന്ന ഇന്ത്യയെ 100 റൺസ് കൂട്ടുകെട്ടിൽ അശ്വിനും അതോടൊപ്പം തന്നെ അക്സർ പട്ടേലും ചേർന്നാണ് വലിയ ലീഡിലേക്ക് കൂപ്പുകുത്തുവന്ന വൻ ലീഡ് വഴങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അശ്വിനും അക്സർ പട്ടേലും ചേർന്നായിരുന്നു. അത്തരത്തിൽ 139-7 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ പടുത്തുയർത്തിയത് അശ്വിനും അക്സർ പട്ടേലും ചേർന്നായിരുന്നു. തുടർന്ന് 8ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 114 റൺസ് കൂട്ടിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി. റൺസ് അടിച്ച് മികച്ച ഒന്നാം ഇന്നിംഗ്സ് ലീഡെന്ന ഓസീസ് മികച്ച ലീഡ് നേടാൻ കഴിയുമെന്ന ഓസീസിന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ അക്സർ പട്ടേലും അതോടൊപ്പം തന്നെ അശ്വിനും തകർത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൂന്നാം ദിനം കളി ആരംഭിച്ച് 61-1 എന്ന നിലയിൽ കളി ആരംഭിച്ച ഓസീസിന് സ്പിന്നർമാർ ഓസീസ് നിരയെ തകർത്തിരിക്കുന്നു. 115 റൺസാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ഇപ്പോൾ സ്കോർ നോക്കുമ്പോൾ 14-1 എന്ന നിലയിലാണ്. KL രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഭദ്ര, ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുകയാണ് ഓസീസ് താരങ്ങൾ. മറുപടി ബാറ്റിംഗിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ 115 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക്. ഓസീസ് രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസിന് പുറത്ത്. വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.